അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഈ അടുത്ത് കേട്ട പ്രഭാഷണങ്ങളിൽ ഏറ്റവും ഹൃദ്യമായ ഒരു പ്രഭാഷണമായി തോന്നിയത് ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് മുസ്ലിയാരുടെ പ്രഭാഷണമാണ്. അദ്ദേഹം വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അദ്ദേഹം ഒരു വിഷയം പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇന്ന് പ്രഭാഷണ തരംഗങ്ങളാണല്ലോ ഓൺലൈനിൽ കൂടി. ഇന്ന് ഓൺലൈൻ മജ്‌ലിസുകളുടെ തരംഗമാണല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഒരു പ്രഭാഷണം നടത്തുന്ന ആള് എന്ന നിലയിൽ ഒരു പ്രഭാഷകനെ ഇഷ്ടം വെക്കാം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹ് പാടുന്നു, ആലപിക്കുന്നു, പറയുന്നു എന്ന നിലയിൽ ഒരു വ്യക്തിയെ ഇഷ്ടം വെക്കാം. മദ്ഹ് ഗാനം ആലപിക്കുന്നു എന്ന നിലയിൽ ഒരു വ്യക്തിയെ ഇഷ്ടം വെക്കാം. ഇതിലൊരു മിതത്വം വേണം. ഇത് പരിധി വിട്ട് കടക്കാൻ പാടില്ല. വളരെ കറക്റ്റായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് പലരും അത് പരിധി വിട്ട് ഒരു വ്യക്തിബന്ധങ്ങളിലേക്ക് മാറിപ്പോകുന്നുണ്ട് എന്നതാണ് സത്യസന്ധമായ കാര്യം. നമുക്കറിയാമല്ലോ, ഈ അടുത്ത് പേരുകേട്ട പെരുമകേട്ട കൊട്ടിഘോഷിച്ച വലിയ മജ്‌ലിസുകൾ, അതിൻ്റെ എല്ലാം അവസ്ഥ എന്തായിരുന്നു? അവസാനം ദുർഗന്ധം വമിക്കുന്ന ഒരു വലിയ കയത്തിലേക്ക് അത് അകപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്തു? അത് മാറി. അത് വ്യക്തിബന്ധങ്ങളിലേക്ക് സ്നേഹം മാറിയത് കൊണ്ടാണ്, അമിതമായി പോയതിൻ്റെ പേരിലാണ്. അത് ഓൺലൈൻ മജ്‌ലിസുകൾ നടത്തുന്നവരും പ്രഭാഷണം നടത്തുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾക്ക് ചിലപ്പോൾ 1, 2, 3 ഒക്കെ എന്ത് ചെയ്തേക്കാം, ഈ ലവ് ചിഹ്നങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ 3, 4, 5 ഒക്കെ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യരുത്? ഇതിപ്പോൾ ആരാണ് നോക്കി എന്ത് ചെയ്യുക? വീണ്ടും പേഴ്സണലായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് ലവ് ചിഹ്നം അങ്ങോട്ട് വായിക്കാനും നിൽക്കരുത്. അങ്ങനെ അതെന്ത് ചെയ്യും? മറ്റു ബന്ധങ്ങളിലേക്ക് പോകും. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ അവൻ്റെ ലക്ഷ്യം ഹൃദയം നന്നാക്കലാണ്. അല്ലേ? ഹൃദയമാണ് ഏത് പ്രവർത്തനത്തിൻ്റെയും കാതലും കാമ്പും എന്ന് പറഞ്ഞാൽ ഹൃദയം നന്നാക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? ഖദ് അഫ്ലഹ മൻ തസക്ക. അല്ലേ? ഖദ് അഫ്ലഹ മൻ സക്കാഹ. അങ്ങനല്ല, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആത്മസംസ്കരണം കൈവരിച്ചവൻ അവൻ വിജയിച്ചു പോയി എന്നാണ് വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയർ ആകാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം പോകുന്നത്. വെറും എന്താകുക? ഒരു ഭൗതിക ലക്ഷ്യം മാത്രമായി മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ മാറിപ്പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആ പേരോട് മുഹമ്മദ് മുസ്ലിയാരുടെ പ്രഭാഷണം ഒന്ന് കേട്ടു നോക്കൂ. വളരെ വളരെ കറക്റ്റായ ഒരു കാര്യം ആണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒന്ന് കേട്ടു നോക്കൂ. സ്നേഹം വേണം, നല്ലതാണ്. വയല് പറയുന്ന ഉസ്താദുമാരോട് സ്നേഹം വേണം, നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പാടുന്നവരോട് മദ്ഹ് പാടുന്നു എന്ന നിലക്കുള്ള സ്നേഹം അവരോട് വേണം, നല്ലതാണ്. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാറ്റിനും മിതത്വം വേണം. പരിധി വിട്ട് കടക്കാൻ നിർവാഹമില്ല. പറയുന്നത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഒരു വ്യക്തിയും ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്റെ പ്രസംഗത്തിന്റെ ചുവട്ടിലാണെങ്കിൽ അവരോടാണ്
ആണ് പറയുന്നത്. വയല് കേൾക്കുന്ന പെങ്ങന്മാരെ, വയല് പറയുന്ന മുസ്ലിയാരോടോ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരോടോ ലവിന്റെ ചിഹ്നം ഇട്ടിട്ട് അത് ഇഷ്ടാണ് എന്ന് പറയുന്ന പരിപാടിയില്ലേ അനുവദിക്കാൻ നിർവാഹമില്ല. ഇൽമിനോടുള്ള സ്നേഹാണ് മുസ്ലിയാരെ, മദ്ഹിനോടുള്ള സ്നേഹാണ് മുസ്ലിയാരെ. എല്ലാറ്റിനും പരിധി വേണം, ലിമിറ്റ് വിട്ട് കടക്കാൻ പാടില്ല. സയ്യിദന്മാരോട്